ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയിരൂർ പള്ളിയിൽ പെരുന്നാളാണ്. അയിരൂർ പള്ളിയിൽ പെരുന്നാളിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അറിയാനുണ്ട്. അപ്പോൾ അടിപൊളി ഒരു പെരുന്നാളാട്ടോ അയിരൂർ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത്. അയിരൂർ പള്ളിയിൽ എൻ്റെ ഒക്കെ ചെറിയ കാലത്ത് ഞാനും അയിരൂർ ഇടവക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ ചേച്ചിയുടെ ഇടവകയാണ്. എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിച്ചതാണ് അയിരൂർക്ക്. തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ് ആറ്റുപുറത്ത് തന്നെയാണ് എൻ്റെ വീടും. പിന്നെ ഞങ്ങളുടെ ഇടവക കിഴക്കേപ്പള്ളിയാണ്, കുത്തിയതൂർ കിഴക്കേപ്പള്ളി. പക്ഷേ ഏറ്റവും ആഘോഷമായിട്ട് കുഞ്ഞുനാൾ തുടങ്ങി മനസ്സിൽ ഭയങ്കര സന്തോഷം കിട്ടുന്ന രണ്ട് പെരുന്നാളുകളാണ്. ഒന്ന് പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളും ഒന്ന് നമ്മുടെ അയിരൂർ പള്ളിയിലെ പെരുന്നാളും. അതിനൊരു കാരണമുണ്ട് ഗൈസ്, അത് വേറൊന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടിക്കടകൾ വരുന്നത് അയിരൂർ പള്ളിയിലെ പെരുന്നാളിനാണ്. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് അധികം വരാറുണ്ടായിരുന്നില്ല, അതൊരു കാരണം. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതും ഏറ്റവും കൂടുതൽ എല്ലാ വീടുകളും ആഘോഷിക്കുന്നതും അയിരൂർ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അതെന്താണെന്നറിയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ പള്ളിപ്പുറം പള്ളി, അത് ബസിലിക്ക പള്ളി ആയതുകൊണ്ട് അവിടുത്തെ പെരുന്നാൾ നല്ല ആഘോഷമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോവാണ്. വന്ന് അയിരൂർ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത് ജനസാഗരമാണ്. കുറ്റിപ്പുഴ, കുന്നുകര, കുറുമശ്ശേരി, പാറക്കടവ്, അയിരൂർ, കുത്തിയതോട് തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും വരും. ജാതി മതമൊന്നുമില്ല. ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, മുസ്ലിംസ് എല്ലാവരും വരും. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഈ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് പണ്ട് മുതലേ ഈ ഹൈന്ദവർ ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ എന്താ പറയണേ, ഇല്ല ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി പെരുന്നാൾ. പിന്നെ ചേച്ചിയുടെ ഇടവകയും കൂടി ആയതുകൊണ്ട് എല്ലാ വർഷവും ഈ ദിവസം ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്ത് പോകും. ഇന്നിപ്പോൾ വൈകി ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. കണ്ണൊന്ന് എഴുതണം. ഇതാണ് എൻ്റെ, എല്ലാവരും വിചാരിക്കും വലിയ മേക്കപ്പാണ്. അതിനുള്ള മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതിട്ടിട്ട് എന്തിനാന്നേ, എന്നെ കാണാവുന്നവരും അറിയാവുന്നവരൊക്കെ തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾക്കത് പൗഡർ ഇടണം. അതും വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ വേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആകപ്പാടെ തെളിഞ്ഞു നോക്കും. പൗഡർ ഇട്ടു. പിന്നെ എൻ്റെ പൊട്ടെടുത്ത് തൊടണം. പൊട്ട് ഞാൻ സ്ഥിരം തൊടണ പൊട്ടാണത്. പൊട്ട് തൊട്ട്. പിന്നെന്താ, കമ്മൽ മാറ്റണം. കമ്മൽ കുഴപ്പമില്ല, കമ്മൽ മാറ്റണ്ട. കമ്മൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ കടയിൽ നിന്ന് വേറെ കമ്മൽ വാങ്ങിക്കാം ഗൈസ്. നല്ല കൊള്ളാം. മുടി കൊഴിഞ്ഞു കഷണ്ടിത്തലയായി ഗൈസ്. കണ്ടോ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. ആ മരുന്ന് കഴിച്ചാലെങ്കിലും വളരുമോയെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തോരം മുടി ഉണ്ടായിരുന്നെന്നറിയാവോ? അപ്പോൾ ഞാൻ രണ്ട് സ്ലൈഡിലേക്ക് സ്ലൈഡ് കുത്തിയിട്ട്, പിന്നെ അതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ക്ലിപ്പാണിത്. ഇതാദ്യം എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വാങ്ങിച്ചു. ഇതിപ്പോൾ എവിടെ പോകുമ്പോഴും അധികം മുടിയൊന്നും ഇല്ലല്ലോ, കുറച്ചേ ഉള്ളൂ. നല്ല നീട്ടുണ്ടായിരുന്ന മുടി അതൊക്കെ വെട്ടി പോയി. കാരണം ഉള്ളു ഒഴിഞ്ഞു പോയി, മുട്ടത്തലയായപ്പോൾ നമ്മളത് വെട്ടി. അപ്പോൾ ഈ ക്ലിപ്പും കൂടി ഇവിടെ ചേർത്തി കൊടുത്തേക്കട്ടെ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്, മുടിയുടെ ബാക്കിലെ പോലെ. ഇനി ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സാരി ഉടുക്കണം, പള്ളിയിൽ പോകണം. പിന്നെ എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഈ കുഞ്ഞു ഫോണിൽ പതിയണ പോലെ ഞാൻ അയിരൂർ പള്ളിയിലെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടു. പെരുന്നാളായിട്ട് ഇവിടെ ഓളാനൊക്കൊന്നും ഇല്ലല്ലോ പിള്ളേ. എല്ലാരും കുളിക്കാൻ അച്ചാപ്പം ശരിയാ, കുർബാന ശരിക്കുള്ളതാ. ഉണ്ടോ ഗൈസ്, ഉണ്ടോ? അനിയത്തിക്ക് പലഹാരങ്ങൾ എടുത്തു വെക്കുന്ന ചാച്ചി.
അവനെ പിടിക്കാനായിക്കോളൂ. അയ്യന്റെ ലക്ഷ്യമ പിടിച്ചുകൊണ്ടല്ലേ അല്ലേ? തിന്നാ തീരൂല, വന്നിട്ട് തിന്നാം. കറുത്തില്ലല്ലോ ഏട്ടാ, കറുത്തില്ലല്ലോ. തല്ലി പൊട്ടിക്കാൻ ആള് വരണ്ടേ? അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാൻ ഈ സാരി ഉടുക്കാമെന്ന് കരുതിയാണ് വരുന്നത് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നല്ല പെരുമഴ പെയ്തു, നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മഴ തോരുന്ന ലക്ഷണമില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും അത് വൈറ്റ് സാരി ആയതുകൊണ്ട് അത് ഉടുക്കണ്ടെന്ന് വെച്ചു. നമ്മൾ ചുരിദാർ തന്നെ ഇട്ടിട്ടാണ് പിന്നെ പള്ളിയിൽ പോയത്. പിന്നെ പ്രദക്ഷിണത്തിന് ഞാൻ പോയില്ല, കുർബാന ഒരുവിധം തുടങ്ങിയതിന് ശേഷമാണ് പള്ളിയിൽ എത്തിയത്, വൈകിയാണ്. പിന്നെ പ്രദക്ഷിണത്തിന് പോയില്ല, മഴ വീണ്ടും പെയ്താലോ എന്നൊരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പോയില്ല. പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ നിന്നു. നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. വിഷ്വൽസൊക്കെ നല്ല സൂപ്പർ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല നല്ല വെറൈറ്റി ഉള്ള ഓരോ ഇതൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അത് ആസ്വദിച്ച് കുറേ സമയം പള്ളിയുടെ ഫ്രണ്ടിൽ അങ്ങനെ നിന്നു.
അങ്ങനെ ഒരുവിധം പോക്കറ്റൊക്കെ കാലിയായി കഴിഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെ നമ്മളെല്ലാവരും തിരിച്ചു വന്നു. ഒരുപാട് വൈകിയായിരുന്നു കേട്ടോ. DJ കുറച്ച് സമയം കണ്ടിട്ട് പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ പോക്കറ്റും കാലിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്നും കൂടി കറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഇമ്മച്ചൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇമ്മച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇമ്മച്ചിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് അനീഷയും ജിൻസിയും കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്മച്ചനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇവിടെയാണല്ലോ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാൾ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ അയിരൂർ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. എല്ലാ തവണത്തെയും പോലെ നമ്മൾ നേരത്തെ പോവുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ കൂട്ടത്തിൽ ഇത്തവണയും ഉമ്മച്ചൻ്റെ ബർത്ത്ഡേയും കൂടി ആയപ്പോൾ കുറച്ചും കൂടി കളറായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ. ബൈ.